അങ്ങനെ നമ്മുടെ വിഷു സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കൊന്നപ്പൂ പറിക്കലാണ്. എന്നത്തെയും പോലെ നമ്മുടെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത കൊന്നമരം പൂത്തിട്ടുണ്ട്. അത് ഞാൻ ഏപ്രിൽ 1 തൊട്ട് നോക്കുകയാണ്, അതൊട്ടും പൂത്തിട്ടില്ലായിരുന്നു. ഞാൻ അയ്യോ ഇതെന്താ പൂക്കാത്തേന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. കറക്റ്റായിട്ട് നല്ല വെയിലത്താണല്ലോ കണിക്കുന്ന പൂക്കുന്നത്. അപ്പൊ നല്ല സമ്മറായ സമയത്ത് ഒരു വേനൽ മഴ കഴിഞ്ഞ ആഴ്ച പെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പിറ്റേന്ന് തൊട്ടിട്ട് ഇത് പൂക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഇവര് സ്കൂളിൽ പോണ വഴിയാണല്ലോ, ഞാൻ എന്നും നോക്കും ഇത് എന്താണ് പൂക്കാത്തത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച തൊട്ട് ചെറിയതായിട്ട് പൂത്തിട്ടത് ഇന്നലെ നോക്കിയപ്പോൾ ഇങ്ങനെ പൂ നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴേ എനിക്കൊരു സന്തോഷം. വേറെ എവിടേക്കും പോവണ്ടല്ലോ. ഇവിടെ കൊന്നമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊക്കെ പൂക്കാൻ ഒരു ഇത്തിരിയും കൂടെ ലേറ്റ് ആവും. ഒരു ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആവുമ്പോൾ നിറച്ച് പൂത്ത് നിൽക്കുന്ന കാണാം. ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് പറിക്കുന്നത്. അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, ഒരു ഈവനിങ്ങിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്രാവശ്യം ഈവനിങ്ങിൽ എന്താ വെച്ചാൽ നമ്മളൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാരണം ഉച്ച കഴിഞ്ഞ് നേരത്തെ പറിച്ച് വെച്ചിട്ട് വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് പറിച്ച് വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട്, വെള്ളത്തിൽ വെച്ചാൽ മതിയല്ലോ, പെട്ടെന്ന് വാടിപ്പോകുന്ന പൂവാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പൊ തോട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അവര് മാങ്ങ പറിക്കാൻ വേണ്ടി ഒരു തോട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങേര് തന്ന തോട്ടി കൊണ്ടാണ് നമ്മൾ പറിച്ചെടുത്തത്. കുറേ കൊന്നപ്പൂ കിട്ടി. അല്ലെങ്കിൽ നമ്മൾ പറിക്കുന്ന ഈവനിങ്ങിൽ വന്ന് പറിക്കുന്ന സമയം കുറേ മലയാളീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവും. അവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ വരാറുണ്ട് പൂ മേടിക്കാനായിട്ട്. ഇപ്രാവശ്യം ഉച്ചയ്ക്കായതുകൊണ്ടാന്ന് തോന്നുന്നു ആരും ഇല്ലായിരുന്നു. അപ്പൊ അത്രയും കൊന്നപ്പൂ നമുക്ക് കിട്ടിട്ടോ. അപ്പോൾ ഈ സിനിമയ്ക്കൊക്കെ പോയി വന്ന് എല്ലാവരും ഉറക്കമായി. ഞാനിത് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇഞ്ചിമ്പുളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെയാണിത് കണി വെക്കാൻ വരുന്നത് കേട്ടോ. ഏകദേശം 12-12:30 ആയിട്ടുണ്ട്. എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും, പണികളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് എല്ലാവരും കണി വെക്കുക അല്ലേ. പുതിയ ഞാൻ മഞ്ഞപ്പൊട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ കണി വെക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു കിളിപോയ അവസ്ഥയിലാണ് നിൽക്കണത്. ഇപ്പൊ വീഴുന്നുള്ള രീതിയിലാട്ടോ. നമ്മൾ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് കറക്റ്റ് ഫെസ്റ്റിവൽ ടൈമിലാണല്ലോ, ഓണം വിഷു ആ സമയത്താണല്ലോ ഓർഡറൊക്കെ വരിക. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല ബിസി ആയിരുന്നു. അപ്പൊ ഉറക്കമൊന്നും ഇല്ലാതെ രാത്രി 2 മണി 3 മണിയൊക്കെ വരെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പൊ അത് കാരണം ഉള്ള തലവേദനയും കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കഫൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യണോ വേണ്ടോ, സിനിമ കണ്ട് വരുമ്പോഴേ ടയർഡായി. അപ്പൊ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇത് നമ്മൾ ഈ കേരളത്തിൽ പുറത്തൊക്കെ നിൽക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ, നമ്മളെ അമ്മമാർ പറഞ്ഞു കൊടുത്താലേ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഞാൻ എല്ലാ വർഷവും ഓണം വിഷുവിൻ്റെ ഒക്കെ സമയം ഏത് ഫെസ്റ്റിവൽ വന്നാലും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നെയും അവർക്ക് ഡൗട്ടാണ്. അവരത് കണ്ട് വളരുന്നില്ലല്ലോ. നമ്മൾ ചെയ്യണത് മാത്രമല്ല അവർ കാണുന്നുള്ളൂ. ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ അറിയാം കാര്യങ്ങൾ, ഫെസ്റ്റിവലൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ മിത്തോ അതെന്തിനാണെന്നുള്ളതൊന്നും വലിയ അറിവുണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണേ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലല്ലേ അവർക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പകുതി എല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ പോയി കിടന്നു കേട്ടോ. പിന്നെ ഒരു 4 മണി സമയത്ത് 3:30 ആയപ്പോൾ എണീറ്റ് വന്നിട്ട് 4 മണിക്ക് കണി കാണിക്കണമല്ലോ അവരെ. 4:45 മുന്നേ കണി കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കൊന്നപ്പൂവൊക്കെ ഞാൻ ഇപ്പോഴാണ് കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. വിളക്കും നാളികേരൊടച്ചതൊക്കെ ഇപ്പോഴാണ് കൊണ്ടുവന്ന് വെച്ചേ. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് വേണമല്ലോ എല്ലാവരും കണി കാണിക്കാൻ. നമ്മൾ പിന്നെ അമ്മമാര് ഒരുക്കുന്നത് കൊണ്ട് നമ്മൾ ഓൾറെഡി കണി കാണും. അതൊരു കഷ്ടമല്ലേ. നമ്മളിങ്ങനെ ഒരുക്കി വെച്ചിട്ട് നമ്മൾ തന്നെയാണ് ഒരുക്കി വെക്കുന്നത്. എന്നാലും നമ്മൾ കിടന്നെടുത്തുനിന്ന് ആരെങ്കിലും ഒന്ന് എണീപ്പിച്ച് നമ്മളെ കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളാണല്ലോ അവരെ കാണിക്കേണ്ടത്, അതുകൊണ്ട് അത് നടക്കാറില്ല. അപ്പം ഇതാണ് എൻ്റെ കണിയുടെ അവസാനത്തെ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട് ഇത് പുതിയ കൃഷ്ണനാണ്, പുതിയ ഭീടാണ്, പുതിയ തിടമ്പാണ്. കുറേ സാധനങ്ങൾ ഇപ്രാവശ്യം ഞാൻ ഓരോന്നോരോന്ന് പുതിയത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ചാടി ഒന്നും ഞാൻ അങ്ങനെ വെക്കാറില്ല. ഇപ്രാവശ്യം കുറേ മഞ്ചാടി മാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ചാടി വാങ്ങിയത് ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ്, മഞ്ചാടിയൊന്നും അങ്ങനെ കിട്ടാറേ ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പം ഇപ്രാവശ്യം കുറച്ചും കൂടെ ഐറ്റംസ് കൂടിയിട്ടുണ്ട് കണിക്ക്. ഇത്ര ഐറ്റമൊന്നും ഞാൻ വെക്കാറില്ലായിരുന്നു. ഓരോ വർഷം കൂടുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതും എൻ്റെ പുതിയ ഉണ്ണിക്കണ്ണനാണ്. അപ്പം അങ്ങനെ ആദ്യം ഏട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിക്കുകയാണ്. ഈ കുത്തിപ്പൊക്കുന്നത് ആർക്കും അങ്ങനെ ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. രാവിലെ നല്ല ഉറക്കം വരുന്ന സമയത്തല്ലേ, ആ പുലർച്ചെ സമയം എന്ന് പറയാൻ നല്ല ഉറക്കം വരുന്ന നേരമല്ലേ, ആ നേരത്ത് പൊക്കി കൊണ്ടുവരുന്നത് വലിയ ഇഷ്ടപ്പെടില്ല. ആ ഏട്ടൻ്റെ അക്കുവിനെ കൊണ്ടുവന്നു, ഞാനിതേ അമ്മാളുവിനെ എടുത്തുകൊണ്ട് വന്നു. ഇവരെ എണീപ്പിക്കുക, ഇവർക്ക് കണി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ആ എണീപ്പിക്കുന്ന സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ കണി കണ്ടു, തൊഴുതു, പിന്നെയും പോയി കിടന്നു. കണി കാണാനൊക്കെ ഇഷ്ടമാണ്. കുറേ നേരം കണിയൊക്കെ നോക്കി നിന്നു. നമ്മൾ തൊഴുകയൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് കണി കാണാനായിട്ട്. പക്ഷെ ഉറക്കം അങ്ങോട്ട്
എണീപ്പിക്കാന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ പിന്നെയും പോയി കിടന്നു കേട്ടോ. ഞാൻ പിന്നെയും ഒരു അരമണിക്കൂർ കിടന്നിട്ട് പിന്നെ എണീറ്റ് കുളിച്ച് സാധനങ്ങളൊക്കെ വെക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതേ എല്ലാവരും കുളിച്ചൊക്കെ വന്ന് ദക്ഷിണ കൊടുക്കുകയാണ്. വിഷു കൈനീട്ടം. അപ്പം ഞാനും പോയി കൈനീട്ടം വാങ്ങിച്ചു. മുതിർന്നവരാണല്ലോ എല്ലാവർക്കും കൊടുക്കണ്ടേ, വേട്ടന് കൊടുക്കാൻ ആരുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു. പിന്നെ ഞാനൊരു വിഷു പറയാൻ വേണ്ടി വിഷുവിൻ്റെ ഹാപ്പി വിഷു പറയണല്ലോ, അതിനു വേണ്ടി എല്ലാവരും എടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ട്രയൽ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആശംസയൊക്കെ കൊള്ളാം. അവർ നന്നായി മലയാളം പറയും കേട്ടോ, രണ്ടാളും നന്നായി മലയാളം പറയും. പക്ഷെ ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ മലയാളത്തിൽ, ഈ ആശംസകൾ എന്നൊക്കെ വരുമ്പോൾ അത് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഒരു ട്രയൽ കഴിഞ്ഞിട്ടാണ് വിഷ്, 1-2 ട്രയൽ കഴിഞ്ഞിട്ടാണ് ആ ഫസ്റ്റ് കാണിച്ച വിഷ് എടുത്തത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മൾ സദ്യ, എങ്ങനെയാണ് ഈ സദ്യയൊക്കെ തട്ടിക്കൂട്ടിയെന്ന് എനിക്ക് തന്നെ ഒരു അറിവുമില്ല കേട്ടോ. രാവിലെ എണീറ്റ് വന്നിട്ട് ഭയങ്കര പാടായിരുന്നു. കഫ് ഉണ്ട്, നന്നായി കഫ് ഉണ്ട്. എൻ്റെ സൗണ്ട് ഇപ്പോഴും അടഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് വിഷു കഴിഞ്ഞ വഴിക്ക് എനിക്ക് സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സൗണ്ട് ഒന്ന് ക്ലിയർ ആയത്. എന്നിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയും സൗണ്ട് അടഞ്ഞിട്ടിരിക്കണം. അപ്പം ഇപ്പോൾ ദേ സദ്യയൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. 1-2 കറികളൊക്കെ ഫ്ലോപ്പായിരുന്നു. അങ്ങനെ സദ്യയിൽ മോശമാവാറില്ല, എല്ലാ കറികളും ഒരുവിധം നന്നാവാറുണ്ട്. ഇപ്രാവശ്യം ഇഞ്ചിമ്പുളിയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അല്ലെങ്കിൽ സദ്യയിൽ എനിക്ക് ഏറ്റവും നന്നായി ഇഷ്ടപ്പെടുന്നത് ഇഞ്ചിമ്പുളിയാണ്. ഇപ്രാവശ്യം ഇഞ്ചിമ്പുളിയൊക്കെ ഭയങ്കര ചളമായിട്ടുണ്ട്. അപ്പം അങ്ങനെ അതേ നമ്മൾ സദ്യ കഴിഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ സിനിമയ്ക്ക് പോവാം കേട്ടോ. ഇന്നത്തെ സിനിമ ഏതാണ്? ആലപ്പുഴ ജിങ്കാന. ഇന്നലെ മരണമാസമായിരുന്നു. 2 ദിവസം അടുപ്പിച്ച് പോണത് ആദ്യമായിട്ട് കേട്ടോ. വിഷുവിന് നമ്മളെ നാട്ടിലൊക്കെ വിഷുവിന് സദ്യ കഴിഞ്ഞ ഒരു സിനിമ മസ്റ്റാണ്. കുട്ടികളുടെ ഹീറോ ഇപ്പം നസ്ലിനും ബേസിലൊക്കെയാണ് ഇവർക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ. നമ്മൾ എമ്പുരാന് പോലും പോയില്ലായിരുന്നു. നമ്മളിന് പൊളിറ്റിക്സ് അങ്ങനത്തെ വയലൻസ് ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പം ഇങ്ങനത്തെ മൂവീസൊക്കെ ഇഷ്ടമാണ്. നസ്ലിൻ്റെ ഒക്കെ ഏത് മൂവിയാണെങ്കിലും നമ്മളിരുന്ന് കാണും. പ്രേമലൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ 2 സിനിമയും ബുക്ക് ചെയ്തത് കേട്ടോ. കുറേ നാളായി തിയേറ്ററിൽ പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ 2 പടമാണ്. എനിക്കിഷ്ടപ്പെട്ടത് മരണമാസമായിരുന്നേ. ഇന്നലെ കണ്ട പടമാണ് ഇന്ന് കണ്ട പടമാണ് ഇഷ്ടമായത്? മരണമാസ്. അവരവിടെ ഫുള്ള് സ്റ്റോറി പറയണത് സ്പോയിലർ ആവും, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ മരണമാസ് 2.5 മണിക്കൂർ ചിരിക്കണമെങ്കിൽ മരണമാസ് പോയി കണ്ടോ. അങ്ങനെ ലോജിക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല, ജസ്റ്റ് ചിരിക്കണമെങ്കിൽ പോയി കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ആലപ്പുഴ ചിങ്കാന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ ഉള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും. അല്ലാത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിരിക്കാനുണ്ടായിരുന്നത് മരണമാസമാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മരണമാസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ബർഗറൊക്കെ, അങ്ങനെ സദ്യ കഴിച്ച കാരണം അധികം വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. ബർഗറൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അവിടെ താഴെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനെ സമ്മർ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ കുട്ടികളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല, ഒരു ചെറിയ ജുറാസിക് പാർക്കൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മാളിന് അതിൻ്റെ ഉള്ളിൽ പോകണമായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്കൊന്നും കടത്തി വിടില്ല. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെ ആകർഷിക്കാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് സ്കൂൾ തുറന്നു കേട്ടോ. അവർക്ക് സ്കൂൾ തുറന്നിട്ട് 2 ആഴ്ച ക്ലാസ് കഴിഞ്ഞിട്ടാണ്, മെയ്യിലാണ് അവർക്ക് വെക്കേഷൻ തുടങ്ങണേ. അപ്പോൾ മെയ്യിലാണ് നമ്മൾ നാട്ടിൽ പോവുള്ളൂ, അതുവരെ അവർക്ക് ഇവിടെ ക്ലാസ് ഉണ്ട്. അപ്പം അങ്ങനെ വിഷു ഗംഭീരമായി ആഘോഷിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി പഴയ വീഡിയോസൊക്കെ ആയിരിക്കും, മുന്നത്തെ വീഡിയോസൊക്കെ ഇടാനുണ്ട്. ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയി. അപ്പോൾ ആ വീഡിയോസൊക്കെ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. ബൈ.